മുസ്ലിം ലീഗിൻ്റെ മതേതര മുഖംമൂടി വലിച്ചു കീറുകയാണ് ഉല്ലാസ് ബാബു. മുന്നണിയിൽ എവിടെ ഐക്യം? ഹൈക്കമാൻഡ് കളിക്കുന്നത് ലീഗല്ലേ? ഇവരെന്താ പറയുന്നത്? ജനാധിപത്യം 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 എവിടെയുള്ളത്? ഈ മൂന്ന് പേരും തമ്മിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു മെയ്യാണ്, ഒരു മനസ്സ് ഒന്നുമില്ലെന്ന്. ഇവർ മൂന്ന് പേര് നല്ല ചക്കുളത്തി പോരാണ്. ഒരാൾക്ക് മുഖ്യമന്ത്രിയാണ്, മറ്റാൾക്ക് മുഖ്യമന്ത്രിയാണ്, വേറെ ആൾക്ക് മുഖ്യമന്ത്രിയാണ്. ആ ചക്കുളത്തി പോരിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കാട് മുന്നിലിറക്കി, ജാതീയമായ വർഗീയമായ കാട് മുന്നിലിറക്കി, ഞങ്ങളല്ലെങ്കിൽ എതിർക്കുമെന്ന് പരുത്തി തീർത്ത് ഇവർ അത് കൃത്യമായ ഹൈക്കമാൻഡ് കളിച്ചുകൊണ്ട് നടപ്പിലാക്കി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് പറയുന്ന പോലെ തന്നെ ആയിരിക്കും കേരളത്തിലെ ഭരണമെന്ന് BJP ഇതിനു മുമ്പേ പറഞ്ഞിട്ടില്ലേ? കേരളം ഭരിക്കാൻ പോകുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയമസഭയ്ക്കകത്ത് നാവ് മാത്രമാണ് മുസ്ലിം ലീഗ്. ഒരു സംശയവും വേണ്ട. മുസ്ലിം ലീഗ് മതേതര സംഘടന. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട PM വാക്കുകൾ നമുക്ക് പറയാം. പക്ഷേ അതിന്റെ ജനനവും അതിന്റെ ജനചരിത്രവും അതിന്റെ ഭാരതത്തിന്റെ ചരിത്രവും അതിന്റെ മുൻകാല ചരിത്രവും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലീഗിന്റെ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവും. ഒരു മതേതരത്വം ലീഗിലില്ല, ഒരു മതേതരത്വ വാദവും ലീഗിലില്ല. ആ മതേതരത്വ വാദത്തിന്റെ പാർട്ടിയായിട്ടുള്ള ആളുടെ MLA ഒരാളുണ്ടല്ലോ, അവൻ എന്താ പറഞ്ഞത്? മതം തന്നെയാണ് ഞങ്ങൾ എല്ലാം എന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എതിർത്ത് പറഞ്ഞോ? നിങ്ങളുടെ മതേതരത്വം വർഗീയവാദത്തിനെതിരായി സംസാരിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അയാൾ പറഞ്ഞ് ശരിയായില്ല കേട്ടോ, തങ്ങളെ നിങ്ങളത് തിരുത്താൻ പറയണം. അയാൾ എന്ത് അക്രമമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയുന്നത്? അതിനുവേണ്ടി മാത്രമാണ്, മതത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്നോ? അത് തിരുത്തേണ്ടതല്ലേ എന്ന് പറയാൻ ഏതെങ്കിലും ഒരെണ്ണം കോൺഗ്രസിനകത്തുണ്ടായോ? ഏതെങ്കിലും ഒരെണ്ണം UDFന്റെ ഘടകകക്ഷികളുണ്ടായോ? ഉണ്ടായില്ലല്ലോ. പിന്നെ നിങ്ങൾ ഈ കേരളത്തിനോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ജമാഅത്തെ കൂട്ടുപിടിച്ച്, ലീഗിനെ കൂട്ടുപിടിച്ച്, സകലവിധ വർഗീയ സംഘടനകളെയും തോളത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വിവിധ മതമേലധ്യക്ഷന്മാരെ പോയി കണ്ടത്? വർഗീയപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കി, വർഗീയപരമായിട്ടുള്ള വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകളടക്കം നിങ്ങൾ നടത്തിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടല്ല വേണ്ടത്, മറിച്ച് കൃത്യമായ വർഗീയത ഉണ്ടാക്കി, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയപ്പെടുന്ന കൃത്യമായ പോളിസി ഉണ്ടാക്കി, പൊതുസമൂഹത്തിന് 2,000, 4,000, 8,000, 16,000 പകുത്താടിക്കൊണ്ട് നിങ്ങൾ കേരള രാഷ്ട്രീയത്തിന് മതത്തിന്റെ കീഴിൽ കൊണ്ടുപോയി കെട്ടി. അതിന് നിങ്ങൾ ചുക്കാൻ പിടിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നും പാർട്ടി നേതാക്കന്മാരുടെ പേര് ഈ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകാൻ മത്സരിച്ചവരുമാണ്. എന്നിട്ട് നിങ്ങൾ കേരളത്തിനോട് ഞങ്ങൾക്ക് മതേതരത്വമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മതേതരത്തോട് നിങ്ങൾ വികസനം സംസാരിക്കോ, പോസിറ്റീവ് പൊളിറ്റിക്സ് സംസാരിക്കോ? മോദി സർക്കാരിന്റെ പദ്ധതികൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വളർന്നു വരുന്ന യുവതലമുറ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ഭാവിയുടെ ഭംഗിയായിട്ടുള്ള ജീവിത രീതിയിലേക്ക് പോകുന്നേ. എന്താ നിങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാത്ത? നിങ്ങൾ എന്താ വികസനം ചർച്ച ചെയ്യാത്ത? നിങ്ങൾ എന്താ പോസിറ്റീവ് പൊളിറ്റിക്സ് സംസാരിക്കാത്ത? നിങ്ങൾ സംസാരിക്കില്ല, നിങ്ങൾക്ക് അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം അധികാരവും അധികാരത്തിലുള്ള ദൂർത്തും അധികാരത്തിൽ നടത്താനുള്ള അഴിമതിയാണ്. കേരളത്തിൽ ഒരു സംശയമില്ല രോഹിണി, വലിയ സമരങ്ങളാണ് വരാൻ പോകുന്നത്, വലിയ വിഷയങ്ങളാണ് വരാൻ പോകുന്നത്. കേരളം കാണാൻ പോകുന്നത് അതേപോലത്തെ വിഷയങ്ങളാണ്. കേരളത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, നിത്യനിദാന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ആരുണ്ടാക്കിയത്? ഉത്പാദനക്ഷമതയില്ലാത്ത കേരളമാക്കി മാറ്റിയത് ഈ UDFും ഈ LDFും മാറി വെച്ചിട്ടില്ലല്ലേ? BJP വെച്ചിട്ടില്ലല്ലോ കേരളത്തിനകത്ത്. എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കളിച്ചു എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് 3 മതി, കുഴപ്പമില്ല. ആ 3 ബലം ഭാവിയിൽ നിയമസഭ കാണാൻ പോകുന്നുള്ളൂ. ആ 3 തന്നെയായിരിക്കും കേരളത്തിന്റെ വികസന രാഷ്ട്രീയം പറയാം. ആ 3 തന്നെയായിരിക്കും കേരളത്തിൽ വളർന്നു വരുന്ന യുവതലമുറയെ കൈപ്പിടിച്ച് ഉയർത്തേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പറയാം. കാര്യത്തിൽ അപ്പൊ നമുക്ക്